ഇപ്പോൾ മുസ്ലിം ലീഗ് നേതാക്കൾ മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയ സംരക്ഷണത്തിൽ ആ തീരുമാനമാണ് ഞങ്ങൾക്കുള്ളത്. കോൺഗ്രസ് ഒരു രാഷ്ട്രീയ പ്രതിസന്ധിയിലാണ്. കാരണം ബി.ജെ.പി. ഇതുപോലെ തന്നെ തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് മുമ്പിലാണ്. ഉത്തരേന്ത്യയിലെ കോൺഗ്രസിനെ പങ്കെടുത്തില്ലെങ്കിലും അത് ബാധിക്കും. കോൺഗ്രസ് പങ്കെടുക്കുന്നതിൽ തെറ്റില്ല എന്നൊരു നിലപാട് അല്ല, അതിനെക്കുറിച്ച് ഞങ്ങൾ അഭിപ്രായം പറയേണ്ട കാര്യമില്ല എന്നാണ് ഞങ്ങൾ വിലയിരുത്തിയത്. കോൺഗ്രസിന് അതിൻ്റേതായ സെറ്റപ്പ് ഉണ്ട്, ലീഡർഷിപ്പ് ഉണ്ട്, അവരുടെ മുമ്പിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അത് അവർ സ്വതന്ത്രമായ തീരുമാനം എടുക്കും. ഓരോ പാർട്ടി കോൺഗ്രസ് മാത്രം ഇന്ത്യ മുന്നണിയിലെ പൊളിറ്റിക്കൽ പാർട്ടീസൊക്കെ ഉണ്ടല്ലോ, ഒരു മുന്നണിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ മുന്നണിയിലെ രാഷ്ട്രീയ പാർട്ടികൾ സ്വതന്ത്രമായി തീരുമാനം എടുക്കട്ടെ. ആ തീരുമാനം ഓരോരുത്തരും എടുത്ത് പ്രഖ്യാപിച്ചതിന് ശേഷം വല്ല കാര്യങ്ങളും ഉണ്ടെങ്കിൽ വീണ്ടും യോഗ ചേർന്ന് ഞങ്ങൾ ആ കാര്യങ്ങൾ ആലോചിക്കും. അങ്ങനൊന്നും ഞങ്ങൾ ഉപയോഗിച്ച വാക്ക് തന്നെ വളരെ ക്ലിയറാണ്. ഇനി അതിന് വേറൊരു വ്യാഖ്യാനം ആവശ്യമില്ല. ഇല്ല, ഞങ്ങളെ അഭിപ്രായം പറഞ്ഞു. ഈ സ്റ്റേജിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ എന്ത് ചെയ്യണമെന്നോ ചെയ്യണ്ടെന്നോ അവർ പറഞ്ഞതിനെ കുറിച്ചോ ഒന്നും ഞങ്ങൾ ഈ ഒരു വിഷയം ഇന്ത്യയുടെ ഒരു സാമൂഹ്യ ചുറ്റുപാടിൽ വളരെ സെൻസിറ്റീവ് ആയതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ ഒന്നും ഞങ്ങൾ അഭിപ്രായങ്ങൾ പറയുന്നില്ല. ഓരോ പാർട്ടിയും അവരുടെ അഭിപ്രായങ്ങൾ സ്വതന്ത്രമായി തീരുമാനിച്ചതിന് ശേഷം സിറ്റുവേഷൻ നോക്കി നമുക്ക് കൂടുതൽ എന്തുണ്ടെങ്കിൽ കാണാം. അതെ, നമ്മൾ നേരത്തെ പറഞ്ഞതിൽ കൺഫൈൻ ചെയ്ത് നിൽക്കുമ്പോൾ ലീഗ് അടിയന്തര യോഗത്തിന് ശേഷം ലീഗ് നേതാക്കൾ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. അയോധ്യ ക്ഷേത്ര പ്രാൺ പ്രാർത്ഥന ചടങ്ങിൽ പങ്കെടുക്കണമോ വേണ്ടയോ എന്നത് രാഷ്ട്രീയ പാർട്ടികൾ സ്വയം തീരുമാനിക്കേണ്ടതാണ്. അക്കാര്യത്തിൽ ലീഗ് അഭിപ്രായം ഈ ഘട്ടത്തിൽ പറയില്ല എന്നതാണ്. വളരെ സെൻസിറ്റീവായിട്ടുള്ള വിഷയമാണ്. അത് ഓരോ രാഷ്ട്രീയ പാർട്ടികളും സ്വയം തീരുമാനമെടുക്കേണ്ടതാണ്. ലീഗ് ഇപ്പോൾ നിലപാട് പറയില്ല. അതിനുശേഷം ലീഗ് നിലപാടുകൾ വന്നതിന് ശേഷം എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടായെങ്കിൽ അക്കാര്യം സൂചിപ്പിക്കാമെന്നതാണ് ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടി പറയുന്നത്. അവർ മാധ്യമങ്ങളെ കണ്ടാണ് കാര്യങ്ങൾ വിശദീകരിച്ചത്.